ഹലോ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിരുന്നു. ഒരു ചേച്ചി, ഞങ്ങൾ തമ്മിലൊരു 2 ഇയേഴ്സ് ആയിട്ട്, ഐ തിങ്ക് 2 ഇയേഴ്സ് ആയിട്ട് പരിചയമുണ്ട്. പക്ഷേ ഒരു 1 ഇയർ ആയിട്ട് നോ കോണ്ടാക്ട്സ്. എനിക്കറിയത്തില്ലായിരുന്നു എന്താ പുള്ളിക്കാരി എൻ്റെ അടുത്ത് മിണ്ടാത്തത് എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരി ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടത് എൻ്റെ അടുത്ത് സോറി പറഞ്ഞുകൊണ്ടാണ്. സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ് യു. എന്നെ തെറ്റിദ്ധരിച്ചതിന് സോറി. എനിക്ക് ആക്ച്വലി ആദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, എന്തിനാ സോറി പറയുന്നേ? അപ്പം അവരെന്നോട് പറയാം, കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ലൈഫിൽ, എനിക്ക് കുറേ സ്നേക്സ്, ഫേക്ക് പീപ്പിൾ, അങ്ങനെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഇവരുടെ അടുത്ത് എന്നെക്കുറിച്ച് മോശമായിട്ട്, ഭയങ്കര മോശമായിട്ട് റൂമേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ ചേച്ചിയും. അപ്പം കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഇവരുടെ റിയൽ ഫേസ്, ഇവരെന്താണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. എനിക്ക് സംഭവിച്ച പോലെ എന്തോ ഒരു കാര്യം അവർക്കും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്താണെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. ആക്ച്വലി പുള്ളിക്കാരി ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം തോന്നി. കാരണം എന്നെ തെറ്റിദ്ധരിച്ചിരുന്ന ആൾക്കാർ ഇപ്പം ഞാനാണ് ശരി, അവരാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി എൻ്റെ അടുത്തൊന്ന് സോറി പറഞ്ഞതിൽ ഐ ആം സോ ഹാപ്പി. ആക്ച്വലി ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇവരെന്നെക്കുറിച്ച് ഈ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരു സൈഡിൽ കൂടെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് വോണ്ട് ഫൈറ്റ്. എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇഫ് യു ഗൈസ് വോണ്ട് ടു നോ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ടോക്ക് ടു മീ ഡയറക്റ്റ്ലി. അല്ലാണ്ട് ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ബേസ്ഡ് ഓൺ സമ്മൺ എൽസ് സ്റ്റോറി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിക്ക് എൻ്റെ ഈ 25ാമത്തെ വയസ്സിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കർമ്മ ഈസ് റിയൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വി ഡോണ്ട് വോണ്ട് ടു ഫൈറ്റ്. നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട്, നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരുന്ന ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് നിങ്ങൾക്കും ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ സ്നേഹിതരിൽ നിന്ന്. സോ ഗൈസ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഡോണ്ട് സ്പ്രെഡ് റൂമേഴ്സ്, ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു ഹിയർ, ആൻഡ് ഡോണ്ട് ജഡ്ജ് പീപ്പിൾ വിതൗട്ട് നോയിങ് ദ ട്രൂത്ത്. ബി കൈൻഡ്, പ്രൊട്ടക്ട് യുവർ പീസ്, ആൻഡ് ലെറ്റ്സ് കർമ്മ ഡു ഇറ്റ്സ് ജോബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.